രാവിലെ തന്നെ ചോറുണ്ട്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ. വീണ്ടും ചൂണ്ടക്കാരൻ്റെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തിരിച്ച് വരവ് അതിഗംഭീരമാക്കിയ രണ്ട് ഫ്രോഗാണ് കേട്ടോ. റിയൽ വാരിയറിൻ്റെ കോബ്ര, അതുപോലെ തന്നെ കിവി. ഇവർ നേരത്തെ മാർക്കറ്റിലുണ്ടാകും, വീണ്ടും ഇങ്ങനെ തിരിച്ചു വന്നേക്കാണ്. ചെറിയ രൂപമാറ്റങ്ങളോട് കൂടിയിട്ടുണ്ടോ. കോബ്ര വേർഷൻ 2 എന്ന് പറഞ്ഞിട്ട് പിന്നത്തെ കിവി കേട്ടോ. അപ്പോൾ നമുക്ക് ഇവന്മാരൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം, എന്തൊക്കെ മാറ്റങ്ങളാണ് കമ്പനി ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം കേട്ടോ. ഇന്ന് നമ്മുടെ കയ്യിലുള്ളൊരു സൂപ്പർ അടിപ്പൻ റെഡ് കളറാണ് കേട്ടോ. റെഡ് കളർ 13 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. അപ്പോൾ 6 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത്, വിത്ത് VMC ഹുക്ക്. ചെറിയ മാറ്റമുള്ളൂ, ഞാൻ നോക്കിയിട്ട് കേട്ടോ കാണാനായിട്ട്. വേറൊന്നുമില്ല, എന്നാൽ പഴയതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിയിലായിരുന്നു. ഈ ഒരു വശത്തായിട്ടാണ് ഇതിൻ്റെ വെയിറ്റ് വന്നിട്ടത് വട്ടത്തിൽ. പക്ഷേ പുതിയ വരുമ്പോഴത്തേക്കും അതിൻ്റെ വെയിറ്റ് വന്നിട്ട് നേരത്തെ ഇതിൻ്റെ അകത്ത് കണ്ടോ, റബ്ബറിൻ്റെ അകത്തായി നീളത്തിൽ ഒരു ഉണ്ട പോലത്തെ ഷേപ്പ് ഉണ്ട്. ഈ ഒരു സെറ്റപ്പിലായി ഇതിൻ്റെ പുതിയ വെയിറ്റ്. ബാക്കി മാറ്റങ്ങളൊന്നുമില്ല കേട്ടോ. സ്പിന്നറൊക്കെ കിടക്കുന്ന ഒരു അടിപൊളി സ്റ്റീലാണ് കിടക്കുന്നത്, പെട്ടെന്ന് പറഞ്ഞു പോകത്തൊന്നുമില്ല. ഇത് ക്വാളിറ്റി സ്പിന്നറാണ്. ഹുക്കൊക്കെ ആണെന്ന് കൊടുക്കാം, നല്ല കിടക്കാൻ നല്ല ഷാർപ്പ് ഹുക്കാണ് കേട്ടോ. റബ്ബർ ഓക്കെ സോഫ്റ്റ് ആണ്, പക്ഷേ ഒത്തിരി കണ്ടമാനം ഹാൻഡ് മെയ്ഡ് ഫ്രോഗ് വരുന്നവൾ അത്ര സോഫ്റ്റ് അല്ല, കുറച്ച് കട്ടിയുണ്ട്. എന്നിരുന്നാലും തന്നെ ഒന്നും പറഞ്ഞുകൊണ്ട് പഴയ പോലെ റിസൾട്ടിന് മടുപ്പൊന്നുമില്ല കേട്ടോ. കിടക്കാൻ റിസൾട്ടൊക്കെ തരുന്ന ഫ്രോഗ് തന്നെയാണ്. ഏത് കണ്ടില്ലേ, കോബ്ര. ചെറിയ ഒരു മാറ്റം വരുത്തിയിട്ടുള്ളൂ റിയൽ വാരിയറിൻ്റെ കോബ്ര. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു 8 കളറീസാണ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. റിയൽ വാരിയർ കോബ്ര. കിവി, ഇതിൻ്റെ അകത്ത് എന്താണ് മാറ്റം കണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ. 8 സെൻറ്റിമീറ്റർ വെയിറ്റും അതുപോലെ 4 സെൻറ്റിമീറ്റർ നീളവും. ഇതിനും അത്യാവശ്യം 8 കളറോളം ഉണ്ട് കേട്ടോ, അവൈലബിൾ ആയിട്ടുണ്ട്. 8 കളറിൽ സാധനമുണ്ട്. നേരത്തെ വെച്ച് നോക്കുവാണെങ്കിൽ ഈ സാധനം കുറച്ച് ഉരുണ്ടിട്ടുണ്ട് കേട്ടോ, അത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം തന്നെ. സ്പിന്നറും ഹുക്കും കാര്യങ്ങളെല്ലാം സംഭവം അടിപൊളിയാണ്. മറ്റേതിൻ്റെ എവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ തേമ്പിയിട്ടുള്ള ഷേപ്പായിരുന്നു, നല്ല രസമായിരുന്നു അത് കാണാൻ കേട്ടോ. അപ്പോൾ ഈ സാധനം ഒന്ന് വെച്ച് നമുക്ക് ഇതിന് റിസൾട്ട് മടുപ്പൊന്നും കേട്ടോ. നമ്മൾ ഉപയോഗിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അതിന് കിടക്കൻ റിസൾട്ട് വരുന്നുണ്ട്. നേരത്തെ ആയിരുന്നു കാണാൻ നമുക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു കേട്ടോ. കാണാൻ അടിപൊളി, നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട്. ഈ ഒരു നല്ലൊരു ഷേപ്പാണ്, എന്താ പറയുക, ഇങ്ങനെ കൂടിയിട്ടുള്ള ഷേപ്പ് കേട്ടോ. അപ്പം ഈ 2 ഫ്രോഗാണ് കേട്ടോ, കിവി അതുപോലെ തന്നെ കോബ്രയുടെ വേർഷൻ 2. ഈ 2 സാധനമാണ് തിരിച്ച് മാർക്കറ്റിലോട്ട് വന്നേക്കുന്നത്. ഇത് രണ്ടും വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഫിഷിംഗ് വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ നിങ്ങളെ മുന്നോട്ട് എത്തിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് പേഴ്സണൽ ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കിവിയാണ് കേട്ടോ. നിങ്ങൾക്ക് കോബ്ര ഇഷ്ടപ്പെട്ടില്ലെന്നല്ല, സംഭവം നമുക്ക് കിവി ഒന്നും ഇഷ്ടപ്പെട്ടു. അടിപൊളി കിടക്കുന്ന സാധനമാണ്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടത്, കോബ്രയാണോ കിവിയാണോ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ അടിപൊളി വീഡിയോയിലോട്ട് പോകാം. തോണ ഉണ്ട് കേട്ടോ ഗായ്സ്, കൊള്ളാം. നമ്മുടെ മീൻ വരും, വരാലോ കേട്ടോ. എൻ്റെ മോനെ കിടിലം വരാല്. അങ്ങനെ അടുത്ത വരാലിട്ട് ഒരു മീൻ മിസ്സായെന്നല്ല, അടുത്ത മീനെ കിട്ടിയ കേട്ടോ. നമ്മുടെ പുതിയ കിവിയയിൽ പുതിയ ഫസ്റ്റ് മീൻ കേട്ടോ. മോനെ കണ്ടോ, ഫ്ലോ ഇരിക്കുന്നുണ്ടോ. പുതിയ കിവി കേട്ടോ ആശാൻ. റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് നമ്മുടെ കിവി കണ്ടോ. കുറച്ച് നാളായിട്ട് ആശാൻ ഇല്ലായിരുന്നു കേട്ടോ, സ്റ്റോക്ക് ഔട്ടായിരുന്നു. അപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട്. കിട്ടുന്നവരൊക്കെ വാങ്ങിച്ച് വെച്ചോണം കേട്ടോ. നല്ല പൊളപ്പം നല്ല വരാറ് കണ്ടോ, സുന്ദരം വരാറ് അതുകൊണ്ട് അടിപൊളി ഹുക്കപ്പ്. കിവിയെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയണമെന്ന് ആവശ്യമില്ല. കഴിഞ്ഞ സീസണിൽ ഈ പോയ സീസണിൽ തകർത്ത സാധനമാണ് കേട്ടോ. അപ്പോൾ എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ സാധനം വാങ്ങിച്ചോ. കിവി സമയം കളയണ്ട, നമുക്ക് വീണ്ടും കാസ്റ്റിംഗ് തുടങ്ങാം. കണ്ടില്ലേ, അവിടെ ചെറിയ കണക്കം ഒരു മീൻ വെട്ടിട്ട് പോയ ഒച്ചയാണ് നമ്മളൊക്കെ കേട്ടത്. ആദ്യം ഉണ്ടെങ്കിൽ അടിക്കും. പറഞ്ഞില്ലേ, മീൻ അടിച്ചിട്ട് പോയ ഒച്ചയാണ് മുടക്കേട്ടതെന്ന്. അടി മോനെ, സുന്ദരം വരാല് കേട്ടോ, കിടുക്കം വരാല്. കിവിയെ താർത്ത് നമ്മൾ കിടക്ക് ഉണ്ടോ. എൻ്റെ പൊന്നെ, ചോര കണ്ടു ഗൈസ്, ഉണ്ടോ, ചോര കണ്ട് അന്യ പല കേട്ടോ. രാവിലെ തന്നെ ചോര ഉണ്ട്. അയ്യോ
നല്ല കടിയാൻ വരാലോ കേട്ടോ, നമ്മളെ വളർത്തു വരാലോ. ഉമ്മാരെല്ലാം നല്ല സൂപ്പർ പല്ല കണ്ടിട്ടുള്ളൂ. അല്ല കിണ്ണം കടി. കുറേ നമ്മൾ ഉമ്മാരെ പിടിച്ചപ്പോൾ എല്ലാം കടി കിട്ടിയിട്ടുണ്ട്. എത്ര കിട്ടിയാലും പിന്നെ പഠിക്കുകയല്ല കേട്ടോ. നമ്മൾ ഗ്രിപ്പർ എടുക്കാനുള്ള മടി കൊണ്ട് ചുമ്മാ കയറി പിടിക്കും. ചോര നിൽക്കുന്നില്ല കേട്ടോ. ഊരി മാറ്റി വെച്ചിട്ട് നമുക്ക് വീണ്ടും കാസ്റ്റിംഗ് തുടങ്ങാം. നമ്മളെ ഒരാളിനെ കണ്ടോ, അടിപ്പനൊരു നല്ല വളർത്തു വരാല കേട്ടോ. നല്ല കിടുക്ക നാടനല്ല, ഒരു വളർത്തു വരാല കേട്ടോ. നല്ല വിയറ്റ്നാമി കണ്ടോ, നല്ല ബ്ലൂ ഷെയ്ഡാണ്. ഫിന്നൊക്കെ നല്ല വിരിച്ച് നല്ല അടിപൊളിയായിട്ട് നിർത്തുന്നുണ്ട്. ഉണ്ടല്ലേ നമ്മളെ വരാല്. അങ്ങനെ നമ്മളെ കോബ്രയിൽ മീൻ അടിച്ചു കേട്ടോ. പോയോ എൻ്റെ ദൈവമേ, പോയി കേട്ടോ. മീൻ പോയെന്നാണ് തോന്നുന്നത്. ഉണ്ടുണ്ടേ വീട്ടിലും ടൈമായിരുന്നു കേട്ടോ. പോലെ ഫിഷ് ഓൺ ഗായ്സ്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ മിസ്സായെങ്കിൽ അടുത്ത മീൻ കിട്ടി കേട്ടോ. പൊളി ആടാ, കൊള്ളാം. നമ്മുടെ കോബ്ര കേട്ടോ, പുതിയ വന്ന കോബ്ര കേട്ടോ. നമ്മൾ ഇന്ന സാധനം നമുക്ക് കൈ കിട്ടിയതേ ഉള്ളു. ഇപ്പോഴേ മീൻ അടിച്ച് നല്ല കിഡിലിനായിട്ടൊക്കെ ഭയക്കുന്നത് കണ്ടല്ലോ. നല്ല സൂപ്പർ ഹുക്കും. നല്ല അടുത്ത് മീൻ നല്ലോണം തീറ്റ എടുത്ത് നല്ല കിഡിലിനൊരു ഡൈവൊക്കെ ചെയ്ത് നമ്മൾ കരക്കേറ്റ്. അതെ കണ്ടല്ലോ, ഇപ്പം കിട്ടി ചെറിയ കേട്ടോ. ഈ ചൂടോടെ കയറ്റിയുള്ളൂ. നമ്മുടെ കോബ്രയിലടിച്ച് മീനാണ് കണ്ടല്ലോ. നല്ല കിഡിലൻ ചീർമീൻ. ഏകദേശം ഒരു 1.25 കിലോ കാണും കേട്ടോ. നല്ല കിഡിലിനായിട്ട് നല്ല ഹുക്കപ്പായിട്ടുണ്ടോ. എന്തായാലും നമുക്ക് പിന്നെ ഊരിയിട്ട് കാസിങ് കൊണ്ടുവരാം കേട്ടോ. വരാല് മോനെ, നമ്മുടെ കോബ്രയിൽ അടുത്ത മീൻ കേട്ടോ. നമ്മൾ ക്യാമറയുടെ ചാർജ് ചെയ്തിട്ട് മാറിയെടുത്ത് ആദ്യത്തെ കാസ്റ്റിലെ മീൻ കിഡിലെന്നൊരു വരാല കേട്ടോ. യെസ്, ഇത് നല്ലോണം നല്ല കിഡിലിനായിട്ട് എടുത്തിട്ടാണ് തീറ്റ അല്ല. ഇരിക്കുന്നത് കിഡിലിനായിട്ട് നല്ല ഹുക്കപ്പ് കോബ്ര ഇരിക്കുന്നുണ്ടോ. എന്തായാലും കൊള്ളാൻ കേട്ടോ. വരാല് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വരാല് ഏകദേശം അല്ല നല്ല കിഡിലിനൊരു സൈസ് നാടൻ വരാല്. നാടനാണോ? ആ നാടൻ വരാല കേട്ടോ. കിഡിലൻ സാധനം. ഏകദേശം ഒരു 1/2 കിലോയ്ക്ക് മേലുണ്ട് കേട്ടോ വരാല്, ഉറപ്പാണ്. എന്തായാലും നമുക്ക് സമയമില്ല കേട്ടോ. നമുക്ക് എന്തായാലും ഇവനെ ഊരിയിട്ടേക്കാം. ഇവിടെ വന്ന് വീട് അടിച്ച് എൻ്റെ പൊന്നെ ഇല്ല. എന്നാ വളിപ്പ് പരിപാടിയാ നോക്കണേ. വരാല് പോയ പോക്ക്. നമ്മൾ ഇത്ര നേരം കാസ്റ്റ് ചെയ്ത് ഇവിടെ വന്ന് അടിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അത് ഡിറ്റക്റ്റ് ചെയ്തിട്ട് അടിയിലൊരു വരാല് വന്നു നിന്ന്. പക്ഷെ അത് പോയി. നൈസായിരുന്നു വരാല്. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ വരാല്. യെസ്, കിടിലൻ വരാല്. എടാ മോനെ, അടിപൊളി നൈസ്. ഇത് നമ്മുടെ ആദ്യത്തെ വരാലട്ടോ ഇന്നത്തെ. നമ്മൾ ഇറങ്ങിയത് നമ്മുടെ ആദ്യത്തെ വരാല്. കിടിലനൊരു അത്യാവശ്യം മോശമില്ലാത്തൊരു നാടൻ വരാലാട്ടോ. അടിച്ചിട്ട് നമ്മുടെ കിവിയലാട്ടോ. അങ്ങനെ ഹുക്കപ്പായിരുന്നു. ഇത് 2 കുളത്തും കയറിയിട്ടുണ്ട്. ഉടൻ താഴത്തും മുകളിലും കണ്ണിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് കിട്ടില്ല സാധനം. എന്തായാലും നമുക്ക് ഊരിയിട്ട് കാസി തൊട്ടാൻ കേട്ടോ. ഫിഷോൺ പൊളി, അടുത്ത നാടൻ പൊളി. ബാടാ അതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് കേട്ടോ അടിച്ചേ. കിഡിലിനൊരു നാടൻ വരാല്. വീണ്ടും നമ്മുടെ കിവി കേട്ടോ. ഉണ്ടല്ലോ സൂപ്പർ.
നൈസായിട്ടാണ് എല്ലാം ഊരിയിട്ടേക്കാം. സമയക്കുറവുണ്ട്, നമ്മൾ കാസ്റ്റ് ചെയ്യാൻ പോട്ടോ. നമുക്കൊരു ചെറിയ കേട്ടോ ഉണ്ടോ, 1 കിലോ സൈസൊക്കെ ഉണ്ടാവുള്ളൂ. അടിച്ചിരിക്കാൻ ഫ്രോ ഉണ്ടല്ലോ, നമ്മുടെ കിവിയാ കേട്ടോ, അടിച്ച് മിഴുകിക്കളഞ്ഞവൻ. ഞാൻ അങ്ങേ അറ്റത്തായിരുന്നുണ്ടോ കേട്ടോ, നമുക്ക് വീഡിയോ ഒന്നും കിട്ടാൻ ഏതല്ലേ. ഇപ്പോൾ 1 കിലോ മിച്ചമൊക്കെ ഉണ്ടാവുള്ളൂ, അധികം വലിയ ഗളാരിയും സാധനമൊന്നുമില്ല വേണ്ടല്ലേ. 1 കിലോ മിച്ച സൈസൊക്കെ 100, 120 ആ സൈസൊക്കെ വരുന്നത്തുള്ളൂ, അത്രേ ഉള്ളൂ ചെറിയ മിച്ച. നമ്മൾ ഫ്രോ അറിയാമല്ലോ, കിവിയാ കേട്ടോ ഉണ്ടോ ഇരിക്കുന്നത്. കിടുക്കൻ ഹുക്കപ്പ്. കിവിയെക്കുറിച്ച് ഞാൻ ഒന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയുന്ന സാധനം.